ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അമ്മ ഒരാഴ്ച ബെഡ് റെസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇതാ എന്താ പറയാ പണിയെടുക്കാറുണ്ടോ? പണിയെടുക്കുന്ന വെച്ചാൽ നീ ഒന്നും ഹെൽപ്പ് ചെയ്യണില്ലല്ലോ. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ നീ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നീ ചെയ്തോ? ഇല്ലല്ലോ. ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യണം? നീ ഹെൽപ്പ് ചെയ്യണം അടുക്കളയിൽ. എന്ത് ഹെൽപ്പ് വേണം ചെയ്യാം. നീ ഫസ്റ്റ് എന്റെ മുടി ഒന്ന് ഒതുക്കി വെച്ചേ. ഓക്കെ. കേട്ടുള്ളവരാണെങ്കിൽ പറയും അയ്യോ സുന്ദരിയായിട്ട് വാടിയെന്ന് പറയും. അയ്യോ പറയൂ, എന്ത് പറയാൻ. എന്താ ഉണ്ടാക്കണ പരിപാടി? എന്താ ഉണ്ടാക്കണേ? രാവിലെ അപ്പം മുട്ടക്കറി, ഉച്ചത്തേക്ക് ചോറ്, മത്തങ്ങ എന്താ പയറ്, മത്തങ്ങ പേര് എരിശ്ശേരി. മത്തങ്ങ പയറ് എലിശ്ശേരി. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. മത്തങ്ങ പയറ് എൻ്റെ അമ്മ കണ്ട പാവം വയ്യെങ്കിലും വന്ന് പണിയെടുത്തോളൂ. ഇപ്പൊ നിന്റെ ആൾക്കാർ തരുവോ? നിനക്ക് ചെയ്താൽ എന്താന്ന് എനിക്ക് ഞാൻ ചെയ്യുന്നൊക്കെ ചെയ്യുന്നുണ്ട് അറിയോ? അതെ പിന്നെ പക്ഷെ അത് നിങ്ങൾ വീഡിയോ ഒന്നും എടുക്കാറില്ലല്ലോ. ഇന്നലെ ആൻസിന് പാന്റൊക്കെ ഇടിച്ചു കൊടുത്തു. ഇന്നലെ ആൻസിക്ക് പാന്റൊക്കെ ഇടിച്ചു കൊടുത്തു. അത് പറഞ്ഞു കൊടുക്ക്, അത് പറഞ്ഞു കൊടുക്ക്. ഇവിടെ തന്നെയല്ല വെക്കണം. ആ സാധനം എടുത്തത് എടുത്തോടത്ത് വെക്കണം. അതാ ചെയ്യുന്നത്. ഒരു തേങ്ങ പൊട്ടിച്ചനും പറയനും നാണകട ആവുമ്പോ അങ്ങനെ പറയില്ല. നിന്നെ തേങ്ങ പൊട്ടിപ്പിക്കാൻ അത് പഠിപ്പിച്ച് ഞാനല്ലേ? പിന്നെ ഞാൻ സ്വന്തം പഠിച്ച തേങ്ങ പൊട്ടിക്കുന്നു. പിന്നെ ടോക്കത്തിലോട് നമ്മള് താമസിക്കും, ഞാൻ കുക്ക് ചെയ്യും. ടോക്കത്തിലോട് ഞാൻ തേങ്ങ പൊട്ടിച്ചില്ലല്ലോ. നീ തേങ്ങല്ല, ഞാൻ പൊട്ടിച്ചു വന്നല്ലോ. നീ പിന്നെ അവിടെ വാക്കത്തി ഉണ്ടാണ്. പിന്നെ ഇങ്ങനെ തേങ്ങ പൊട്ടിക്കന്നെ ചുമ്മാ പറയല്. ശരിയല്ലോ, അവിടെ വാക്കത്തില്ലല്ലോ. അവിടെ വാക്കത്തില്ല, തേങ്ങ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ നമുക്ക് അവിടെ തേങ്ങ ഉപയോഗിക്കുന്നില്ല. അവിടെ ഞാൻ പുട്ടുണ്ടാക്കിണ്ടെന്നും അവിടെ എവിടെ പുട്ടു? അവിടെ ഓണി അപ്പം ദോശ മാത്രം ഉണ്ടോ? ഹോസ്റ്റലിൽ ഹോസ്റ്റലിൽ ഞാൻ പുട്ട് കൂടി അമ്മ പറഞ്ഞിരുന്നല്ലേ. ഹോസ്റ്റലില് ബീഫ് കറി ഉണ്ടോ? ഇങ്ങനെ ഉണ്ടാക്കാറിയോ? ഷഡ്ഡി ഇട്ടിട്ട് ബീഫ് കറി. ഡ്രസ് ഒന്നുമില്ല, ഷഡ്ഡിയിലെ ബീഫ് കറിയോ. ബോയ്സ് ഹോസ്റ്റലാണ്. അപ്പൊ എല്ലാരും അങ്ങനെ നടക്കണം. ഞാൻ എനിക്ക് ഭായിമാര് പറയുന്നേ ആപ്കാ പതി ഷഡ്ഡി ബീഫ് കറി ഉണ്ടാക്കണോ പറയൂ. ബിഫോർ ടൈം ഭയങ്കര കച്ചറായി. ഡർട്ടി നീ ഇപ്പൊ ഹാൻസം ലുക്കായി. ഞാൻ കാരണം എനിക്ക് വൃത്തിയൊന്നുമില്ല. പക്ഷെ ഇവിടെ വന്ന പിന്നെ ഞങ്ങൾ വൃത്തി കൂടിയുണ്ട്. എന്തോ നാടി പറയണൊക്കെ നീ. എനിക്ക് സമൂഹത്തിന് നിലം വലിയുണ്ട്. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? അതെ, നമ്മുടെ ഏലും മിസ്സിംഗ് ആണ്. അമ്മച്ചിക്ക് ഇപ്പൊ ബിസി ആണ്. വന്നായിരുന്നോ? കണ്ടില്ല. കണ്ണിന്റെ വെക്കണം. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മേരിന്റെ കുട്ടിക്ക് എന്റെ മോനെ കെട്ടിച്ചേരുവോ, എന്റെ കുട്ടിനെ കെട്ടിച്ചേരുവോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഫസ്റ്റ് എന്റെ അഭിപ്രായം, നമ്മളിപ്പോ ഒരാളെ കാണുമ്പോ തന്നെ കല്യാണം കഴിച്ചതെന്ന് ചോദിക്കുമ്പോ അവരാരാ എന്താണെന്ന് നമുക്കറിയില്ല. അവരുടെ ഇത് നമ്മളാരാ എന്താണ് നമ്മുടെ ഇത് എന്താണെന്ന് അവർക്കും അറിയില്ല. ഇപ്പൊ ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചത്, അതിനെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചു തരാൻ പറയുമ്പോൾ അവരുടെ ബാലൻസ് ബാക്കി കാര്യങ്ങൾ അവരുടെ നമുക്കറിയില്ല, നമ്മുടെ കാര്യങ്ങൾ അവർക്കറിയില്ല. പിന്നെ ആ കൊച്ചിന് 18 വയസ്സ് ആയിട്ട് +2 പഠിക്കുന്ന കൊച്ചാണ്. 18 വയസ്സല്ലേ? 18 വയസ്സ് +2 പഠിക്കുന്ന കൊച്ചല്ലേ. അതിന് എപ്പോഴേലും കല്യാണം കഴിക്കുന്നില്ല. അതിന് പഠിക്കാനും ഇതിനൊക്കെ അതിന്റെ ആഗ്രഹം ഉണ്ടാവില്ലേ? ജോലി വേണം. അല്ല 18 ആവും. എല്ലാരും വിചാരിക്കണേ നിന്റെ അനീതി എന്നാ. വിചാരിക്കും ആരാന്ന് കറക്റ്റ് പറഞ്ഞോളൂ. ആയിട്ടാണല്ലോ എന്റെ അനത്തി ഇല്ല. എന്റെ ചേച്ചിയുടെ മോള് ആണ്. അപ്പൊ എല്ലാരും അനിയത്തി കാണുമ്പോ എല്ലാരും കാണുമ്പോ ഇതിനകം പറഞ്ഞു എന്റെ സിസ്റ്റർ ആണ് പറഞ്ഞു. സിസ്റ്റർ ഇല്ല, എന്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. നമുക്ക് സ്വന്തം ജോലി ചെയ്യണം, നമുക്ക് സ്വന്തം കാലില് നിക്കണം. നമുക്ക് മാതിരി എനിക്കറിയാം. നമുക്ക് എല്ലാരും എന്റെ വീട്ടിലെ എന്റെ ചേച്ചി ചേട്ടൻ നമുക്ക് 3 പേര് കഷ്ടപ്പാട് നമുക്ക് ഇപ്പൊ ഏത് ലെവലിൽ എത്തി നമുക്ക് അറിയാം.
ഞാനും വീട്ടിൽ ജോലി ചെയ്ത് എന്തോരം കഷ്ടമൊക്കെ പണി ചെയ്ത അപ്പൊ നമുക്ക് മക്കള് വരുമ്പോ നന്നായിട്ട് നമുക്ക് മാതിരി കഷ്ടം ചെയ്യണ്ട, നന്നായിട്ട് പഠിക്കട്ടെ, നന്നായിട്ട് ജീവിതം കിട്ടട്ടെ അങ്ങനെ ആഗ്രഹിക്കണം. ഇപ്പൊ നമുക്കും ജീവിതം നല്ല കിട്ടുന്നുണ്ട്, കിട്ടിയിട്ടില്ല പറയുന്നില്ല, കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചെറുപ്പത്തിലെ കഷ്ടപ്പാട് അത് കണ്ടപ്പോ അപ്പൊ നമുക്ക് നമ്മുടെ ഭാവിയിലെ നമുക്ക് മക്കളെ ഒക്കെ നന്നായിട്ട് ജീവിച്ചിട്ട് പോട്ടെ നമുക്ക് ചിന്ത ഉണ്ടല്ലോ. നമുക്ക് മക്കൾക്ക് വേണ്ടി നല്ല അഭിപ്രായം ഉണ്ടാവുമല്ലോ, നല്ല ജീവിക്കട്ടെ, നന്നായിട്ട് മേലെ മേലെ എത്തട്ടെ, അങ്ങനെ ആഗ്രഹങ്ങളും ഉണ്ടാവും. നമുക്കും അങ്ങനെ ആഗ്രഹങ്ങളും ഉണ്ടാവും. പിന്നെ നമുക്ക് സ്വന്തം ജോലി ചെയ്യണം നല്ലതാ. മുമ്പ് മാരേജ് ചെയ്യുന്ന അങ്ങനെ അത് ഇമ്പോർട്ടൻ്റ് ഇല്ല. ഫസ്റ്റ് ജോലി ചെയ്യാം, സ്വന്തം കാലിൽ നിൽക്കാം, അങ്ങനെ വേണം. ആഗ്രഹങ്ങൾ സാധിക്കട്ടെ, സ്വന്തം അമ്മ അപ്പൊക്കെ നോക്കണം, സാധിക്കട്ടെ. അല്ലെ ഇപ്പോഴത്തെ പിള്ളേർക്ക് നോക്കില്ല അറിയില്ലേ, പക്ഷെ സാധിക്കട്ടെ അങ്ങനെ നമുക്ക് അങ്ങനെ പഠിപ്പിച്ച് കൊടുക്കുന്നു. മാരേജ് ഇമ്പോർട്ടൻ്റ് ഇല്ല. മാരേജ് നമുക്ക് ഇപ്പൊ വേണം, നമുക്ക് കഴിക്കാന്നല്ല കഴിക്കാം. കഴിക്കാം അല്ല മതി. പിന്നെ അമ്മയുടെ അഭിപ്രായം എന്താ? ഇപ്പൊ 2 ആഴ്ച ജോലിക്ക് പോയത് സുഖം അതൊക്കെ ഈ കരക്ക് വെള്ളമൊക്കെ കുടിക്കുന്ന ഇതായി പോകും. എന്താ നെയ്യ് കുടിക്കണം, എല്ലാവർക്കും കുടിക്കാൻ നല്ലതാ, കരിക്കൊള്ളും നല്ലതാ. എനിക്കൊന്നും ഇടാ, നമ്മളിങ്ങനെ വയ്യാതെ ആയി പോയില്ലേ, മുടി കെട്ടാൻ പോലും പറ്റാത്ത അവസ്ഥയായി പോയി. മുടി കെട്ടാൻ പറ്റുന്നുണ്ട്, ഇവിടെ വരെ വരുള്ളൂ. ഈ സമയത്താണ് നീ അമ്മനെ വരച്ച വരയിൽ നിർത്തേണ്ടത്. എന്താ പറയാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അത്യാവശ്യം കാര്യങ്ങള്. അപ്പൊ നീ പറയണ പോലെ അനുസരിക്കണം. പിന്നെ അതല്ല, അങ്ങനെയാണ് മരുമക്കള്. അങ്ങനെ കാര്യങ്ങൾ വരുമ്പോ വരച്ച വരയിൽ നിർത്തണം അല്ലേ. പിന്നെ അടുത്ത എന്റെ അങ്ങനെ ഈ പനി കിട്ടും, പിന്നെ എനക്ക് ആരാ നോക്കും. നമുക്കറിയില്ല ആർക്കെന്താ എപ്പോഴും വന്നെന്ന് പറയാൻ പറ്റില്ല. പ്രതീക്ഷിക്കാതെ വന്ന കാര്യമാണ്. എന്റെ പള്ളിപ്പെരുന്നാളും പോയി. എന്താണ് പള്ളിപ്പെരുന്നാളും പോയില്ല, എനിക്ക് സാരി കൊടുക്കാൻ പറ്റുമോ? നൈറ്റ് ഇട്ട് നോക്കാം. ഈ മമ്മിക്ക് പറ ഇട്ടിട്ടാ പറ സാരിയാ, ബ്ലൗസ് കുറച്ച് ലൂസ് ആക്കിട്ട് ലൂസായി കിടക്കില്ലേ. നമ്മുടെ കുട്ടി നാളെ പോവാണ് ഗൈസ്, അല്ല നാളത്തെ 5 പോവാണ്. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള് പാവം. ഇന്ന് മെറിനക്കുട്ടി നേരത്തെ അനിച്ചല്ലേ? ഓ സ്വാഭാവികം. ആപ്പാടെ ഇവളുടെ വീട്ടില് ഇവളുടെ ബന്ധുക്കള് ഇവിടെ മാത്രമേ അവൾക്ക് പേടിയുള്ളൂ അല്ലെ. പാവം പഠിക്കായിരുന്നില്ല, അടിച്ചിട്ടുണ്ട്. എന്നാട്ടിട്ട് ഞാൻ അടിച്ചപ്പോ ഒരാൾ കരയണ്, താഴെ നോക്കുമ്പോ ചൂല് കെട്ടിട്ട് അടിക്കണ്. പാവം പഠിക്കാതിരിക്കണ്ടേ. അല്ല അത് സങ്കടമുണ്ട്. അല്ല അത് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയണത്, അതാണ് ഏറ്റവും വലിയ കോമഡി. അതല്ലെങ്കിൽ നമ്മള് പിള്ളേരെ ദേഷ്യത്തിന് നമ്മൾ അടിച്ചാൽ പോലും അത് കഴിയുമ്പോ നമുക്ക് വിഷമാവില്ലേ. Where is Marina? Oh, Marina Didi, come here. Day after tomorrow you going? Day after tomorrow you going? I'm happy, so much happy. എന്താ പറയാ, അയ്യോ എന്താ ഇപ്പൊ തന്നെ കരയോ? അല്ലടോ, അപ്പൊ ഞാൻ കരയില്ല, പിന്നെ പറയല് അതല്ലോ. പാവം കരയുന്നു. അയ്യോ പണ്ണായിട്ട് പറഞ്ഞല്ലേ, അതിനോട് നിൽക്കാണ് കൂടുതൽ 4 പേര്. നീ എന്നോട് കരയെന്ന് വെച്ചോ. വീട്ടിൽ പോകണ്ടേ, इतना ദിവസം നിൽക്കാൻ പറ്റിയതല്ലേ ഇല്ല കാര്യമില്ലേ. अब मेकअप गर्दा फेरि यत्रो आँखा देख्ला नि यता हेर त. ഡോണ്ട് ക്രൈ, മേക്കപ്പ് പോവും. ഞാനും പറഞ്ഞു മേക്കപ്പ് ഇപ്പൊ പുറത്ത് പോവണ്ടേ, മേക്കപ്പ് ചെയ്യുമ്പോ കണ്ണ് എത്ര ആവും. ജാ ജാ ലു घरबाट जा. अच्छा नो प्रॉब्लम. ओके, रुको ना रुको. आई एम सो हैप्पी गोइंग. വെരി മിസ് കിടക്ക പാവം. എന്താ പറയാ,
എന്താ പറയാ? ഞാൻ പറഞ്ഞേ ഇപ്പൊ സ്വന്തം വീട്ടില് പുള്ളിക്കാരി അത്ര ദിവസം, പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ പുള്ളിക്കാരി ഹാപ്പി ആയിട്ട് ഇങ്ങോട്ട് വരാനുണ്ട്. പക്ഷെ അവിടെ നിന്ന് വരുമ്പോ മിസ് ചെയ്യുന്ന പോലെ തോന്നൂല. പക്ഷെ ഇവിടെ കുറച്ച് ദിവസം നിന്നിട്ട് ഇവിടുന്ന് പോകുമ്പോ അപ്പോഴും സങ്കടം. അത് സ്വന്തം വീട്ടിലേക്ക് പോകണം. പക്ഷെ അങ്ങനെയല്ല, നമ്മള് വേറെ വീട്ടിൽ ചെന്ന് കുറച്ച് ദിവസം നിന്ന് കഴിയുമ്പോൾ അവരായിട്ട് ഇടവഴി കഴിഞ്ഞ കാര്യം സ്വന്തം വീട്ടിൽ നിന്ന് പോകുന്ന സ്വന്തം വീട്ടിലേക്ക് തിരിച്ചിടുന്നേ. പക്ഷെ അതല്ല ഒരു ഇത്. നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോകുമ്പോ ഭയങ്കര, അവിടുന്ന് പോരുമ്പോ കുറച്ച് ഭയങ്കര സന്തോഷം, ഇവിടുന്ന് പോകുമ്പോ സങ്കടം. 3 പേർക്ക് മാത്രം ഇഷ്ടല്ലേ എവിടെയും പോണു? പോണ ഇഷ്ടമല്ല. പക്ഷെ ഇവരും പോയി കഴിയുമ്പോ ഇങ്ങനെ പ്രത്യേകിച്ച് പുറത്തേക്ക് പോയി പക്ഷെ ഇവർക്ക് ട്രാവൽ ചെയ്യണ ഇഷ്ടമല്ല. ഇന്നലെ കൊച്ചു പറഞ്ഞു എനിക്ക് ട്രാവൽ ചെയ്യണം, അവിടെ പുറത്തൊന്നും ഇഷ്ടമല്ല, എനിക്ക് ഇവിടെ ഇരിക്കണത് അവർക്ക് ഇഷ്ടം. ട്രാവൽ ചെയ്യണത് എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ നമ്മളെല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിരിക്കും. ചേച്ചിന്റെ അങ്ങനെയാണല്ലോ. അവർക്കും അങ്ങനെ അവിടെ ഇവിടെ പോണതൊന്നും ഇഷ്ടമല്ല. ട്രാവൽ ചെയ്ത് അവിടെ പോയി കാണാം, അതല്ല അവർക്ക്. അത് ഇവിടെ വന്ന് നമ്മളോട് ഇവിടെ ഇരിക്കുന്നവർക്ക് ഇഷ്ടം. അതല്ല Baik, naruh baik. Jauh tadi. മതി കരപ്പിക്കല്. അവൾ പോകുമ്പോ മേക്കപ്പ് അങ്ങനെയുണ്ടാ? ഇതിന് കരപ്പിച്ചല്ലേ? സ്റ്റോപ്പ് കറി മാജിക്. ഓക്കെ. അപ്പൊ നമ്മുടെ മെരീനക്കുട്ടി ആൻഡ് ഞാൻ പറയും. അപ്പൊ പാവത് ഇവിടെ മെരീനക്കുട്ടി നല്ല വന്നപ്പോ നല്ല സ്ലിം ആയിരുന്നു. ഇപ്പൊ നമ്മുടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ബിഗായി. കൺട്രോൾ ചെയ്തു. അല്ല, അത് കഴിഞ്ഞ് വണ്ണം വെച്ചിട്ടുണ്ടാ കുറച്ച് കൺട്രോൾ ചെയ്തു. അല്ലെന്നുണ്ടെങ്കിൽ നല്ല വണ്ണം വെച്ചേനെ. പിന്നെ കുറച്ച് ഒരു നേരം 2 നേരം കുറേശ്ശെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ മെരീനക്കുട്ടി ഇവിടുത്തെ ഫേവറേറ്റ് ഫുഡ് പെരിപ്പെരി ആയിരിക്കുന്നു ഗൈസ്. वेरी दूसरा फूड क्या हुआ घर में? इधर केरला का फूड दूसरा पेरी पेरी फर्स्ट, सेकंड फिश. पहले फिश है फर्स्ट, इप्पा पेरी पेरी है. आज फिश नहीं चाहिए. ओके, ना उस साइड കഴിക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ മനസ്സിലാണ്ട്. അപ്പൊ നമ്മുടെ വരുന്ന കുട്ടിയുടെ എന്താ പറയാ, നമ്മള് നാളെ പിറന്നാളാണ്. അപ്പൊ നമ്മളത് ഇത് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. പിറന്നാൾ എന്ന് പറഞ്ഞ കൊച്ചിന് മീനിങ് നമ്മൾ പോകുന്നാണ് പറഞ്ഞു കൊടുത്തനെ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഇവിടെ എല്ലാവരും കോഡ് യൂസ് ചെയ്യാണ് പിറന്നാൾ അല്ലേ. അപ്പൊ പാവം എന്ത് ചെയ്യാനാ ഓരോ കാര്യങ്ങൾ അല്ലേ. അപ്പൊ നമ്മളിത് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കുന്നുണ്ട് അല്ല വിജയ. പിറന്നാൾ അപ്പൊ അങ്ങനെയൊക്കെയാണ്. നിക്കാൻ പറ്റില്ല. പക്ഷെ കൂടുതൽ ദിവസം നിന്നുകൊണ്ടാണ് വിഷമം കൂടുതൽ വരുന്നത്. മനസ്സിലായോ? കൂടുതൽ നിക്കൂലേ, അപ്പൊ അറ്റാച്ച്മെന്റ് കൂടുതലാവും. ഇപ്പൊ അതാണെങ്കിലും അവിടെ നിന്ന് കഴിയുമ്പോ ഞാൻ വൈകുന്നേരം പരിപാടി ഉണ്ടാവും. ഞാനൊക്കെ എത്ര വർഷം മാരേജിന് മുമ്പും മാരേജ് കഴിഞ്ഞിട്ട് എത്ര വർഷം എന്റെ വീട്ടിലെ ആൾക്കാരൊക്കെ ഈ മെരീനക്കിട്ട് മാത്രമാണ് ഈ 3 മാസം നിൽക്കുന്നത്. ഇത്ര വരെ ഞാൻ നിക്കിട്ടില്ല. ചേച്ചി വരെ ടൈം ഇല്ല, അതാണ് ഏറ്റവും വിഷയം. കാരണം കൂടുതൽ അറ്റാച്ച് ആവും. പിന്നെ ഒരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് അവര് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് അസുഖമില്ല. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും വയ്യ വരുന്നത്. ചൂട് ആൾക്കാർ തണുപ്പ് പോകുമ്പോ വയ്യ വരും. തണുപ്പ് ആൾക്കാർ ചൂട് കാരണം അവിടെ 2 ഇതുണ്ടല്ലോ, 3 സീസൺ ഉണ്ടോ, വിന്റർ സമ്മറും റെയിനിങ്. നമ്മുടെ ഇങ്ങ വിന്റർ ഇല്ലല്ലോ, റെയിനിങ് പിന്നെ സമ്മർ മാത്രം ഉണ്ട്. അപ്പൊ അവിടെ അങ്ങനെ ആവുമ്പോ ഒക്കെ ഇത് ലുബായ येणार भाई लो छिट्टो काम कर जाना. बल्ले 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 बल्ले. അതുണ്ട്, അത് ഒരു ഫീൽ വരും. അതങ്ങനെ വരുള്ളൂ. അപ്പൊ നമുക്ക് നാളെ നമ്മുടെ മെരീനക്കുട്ടിയുടെ അവൾക്ക് മനസ്സിലാവും. അവള് എന്റെ മാതിരി ഇല്ല. പിറന്നാള് പറഞ്ഞ് നോക്കി നടക്കും. ഫോണില് എന്താ പെരുന്നാൾ പറഞ്ഞിട്ട് ഇത് ചെയ്യും. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണ്. അപ്പൊ ഫോൺ നോക്കാൻ നമ്മക്കരുതട്ടോ. ശരി. അപ്പൊ ഇന്ന് ഇത്ര ഉണ്ടോട്ടോ നമ്മുടെ വീഡിയോ വ്ളോഗ്. കാരണം എനിക്ക് കുറച്ച് വീട്ടിലെ നാട്ടിലെ പോകുന്ന സാധനങ്ങളും മെരീനൊക്കെ വേണ്ടി അങ്ങനെ മേടിക്കുന്നു കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് വേണ്ടി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേഗം ഓടണം. അപ്പൊ എല്ലാവർക്കും ബൈ. നാളെ വീഡിയോയില് കാണാം.
കേൾക്കുമ്പോ അതെ ഓക്കെ എടാ എന്നെ ചിത്രം ഞാൻ അതിലുണ്ടോ ദേ